വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് നല്ല ഗ്രാമീണ വീഥികളിലൂടെ പോകുന്നത് ഷിഫാദിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഡയറി ഫാമിലേക്കാണ് കേട്ടോ. അതിൻ്റെ പേരാണ് മായാസ് ഡയറി ഫാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഷിഫാദിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ചെയ്യുന്നൊരു സംരംഭമാണ്. അവർ ഓൺഗോയിങ് ആണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് അവർ ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ ഇനിയും കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഫാമിൻ്റെ എല്ലാമായ സുനിൽ എന്ന് വെച്ചാൽ ഷിഫാദിൻ്റെ ഫ്രണ്ടാണ്, വൺ ഓഫ് ദ ഫ്രണ്ടാണ്, ഇതിലുള്ള പാർട്ട്ണറിലുള്ള ആളാണ്. ഇവിടെ എല്ലാം ഓൾ ഇൻ ഓൾ നോക്കുന്നതും പശുവിൻ്റെ കാര്യങ്ങളാണ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ആളിൽ നിന്നെല്ലാം എല്ലാം കേൾക്കാം അല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളൊരു 3 ഫ്രണ്ട്സും കൂടി തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭമാണ് ഈ ഫാം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പശുക്കിടാക്കളെ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി വലുതാക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഈ ഫാമിന് കൊണ്ടുവന്നത്. പശുക്കളെ കൊണ്ടുവന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ HF പശുക്കൾ. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ മാനേജ്മെന്റ് ചെയ്യുന്നത് ഇപ്പോൾ 1 വർഷമായ കാരണം ഞങ്ങൾ ഇതിന്റെ തുടക്കമൊക്കെ ഞങ്ങളുടെ പറമ്പ് 2.5 ഏക്കർ പറമ്പുണ്ട്. ഈ പറമ്പിൽ മണ്ണ് ഫലഭൂഷ്ടമില്ലാത്തൊരു മണ്ണായ കാരണം ഞങ്ങൾ ഈ വളമൊക്കെ ഈ ചാണകമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് അതിനൊരു കമ്പോസ്റ്റ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മണ്ണിര കമ്പോസ്റ്റ് ആക്കി വേർതിരിക്കുക എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. പിന്നെ ഇതിൽ മൊത്തം ഈ പശുക്കളെ നിർത്താനുള്ളതിലെല്ലാം ഞങ്ങൾ വാട്ടർ ബോൾ സിസ്റ്റം എല്ലാം ആക്കി വെച്ചുകൊണ്ടിരിക്കും. പശുക്കൾക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ വെച്ചു കൊടുക്കേണ്ട, പ്രത്യേകമായിട്ട് വെച്ചു കൊടുക്കേണ്ട. അത് തീറ്റ എടുക്കും തോറും അതിനാവശ്യമുള്ള ഭക്ഷണം വേസ്റ്റേജും ഉണ്ടായാലും വെള്ളം പാഴായി പോവില്ല. അതാണ് ഇതിന്റെ വാട്ടർ ബോൾ സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിവിടെ തീറ്റയും കാലിത്തീറ്റയൊക്കെ കൊടുക്കുന്നത് എല്ലാം ഒരുമിച്ച് മിക്സിങ് ആക്കിയിട്ട് നമ്മൾ ഷാപ്പ് കട്ടർ വഴി പുല്ലും വൈക്കോലും അതിന്റെ കാലിത്തീറ്റയും സൈലേജും ഒക്കെ കൂടി മിക്സിങ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്പോസ്റ്റ് ആക്കിയിട്ടല്ലേ, ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ചാക്കുകളിലാക്കിയിട്ട് സാധാരണ ഇത് ആവശ്യമുള്ള കർഷകർക്ക് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. അതിപ്പോ നമ്മളത് ഇപ്പോ ചെയ്തു വരുന്നുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങും. ഇവർക്ക് എങ്ങനെ ഈ വെള്ളം എങ്ങനെ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം എങ്ങനെയാ ഇവിടെ എങ്ങനെ എത്തിക്കുന്നത്, എങ്ങനെയാണ്, എന്തൊരു ഇതിലൂടെയാണ്? ഞങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു കിണറുണ്ട്, ഒരു ചെറിയൊരു കൊക്കറിനുണ്ട്. അതിൽ നിന്നുള്ള വെള്ളമെല്ലാം നമ്മളിപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി തുടങ്ങി ചെറിയ സംരംഭമായിട്ട് കുറെ ഇൻവെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തു. പതുക്കെ നമുക്ക് ഓരോ ഘട്ടമായിട്ട് മൊത്തം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തൊക്കെ ബ്രീഡാണ്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ ഇതിന് എന്താ പറയാ കുത്തി വെക്കുന്നത്, അങ്ങനത്തെ പ്രോസസ്സൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞുതരുമോ? ഇത് HF വിഭാഗത്തിൽപ്പെട്ട പശുക്കുട്ടികളാണ്. വിഭാഗത്തിൽപ്പെട്ട പശുക്കുട്ടികളാണ് ഇതെല്ലാം. ഇതിനെല്ലാം ഏകദേശം കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള. നിങ്ങൾ ഏത് പ്രായമാകുമ്പോഴാണ് ഇതിനെ കൊണ്ടുവന്നത്? ചെറിയ 10-11 മാസത്തിലുള്ള ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതിനിപ്പോ ഏകദേശം 14ഓളം മാസം പ്രായമായിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത മാസം ഇതിനെല്ലാം കുത്തിവെച്ച് തുടങ്ങും. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങള് പാല് കറക്കുന്ന അതില്ല അല്ലെ? ഇല്ല, നമുക്ക് പാല് കറവ് 2-3 പശുക്കളൊക്കെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അത് നമുക്ക് ഈ തൊഴുത്തിന് പറ്റിയ ഒരു പാലിനോ ഫാമിങ്ങിന് പറ്റിയ പശുക്കളല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി. എന്നിട്ടിപ്പോ HF പശുക്കളിനെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ പശുവിന്റെ പുല്ല്, തീറ്റ അതൊക്കെ നിങ്ങൾ പുറത്തുനിന്നാണോ അതോ നിങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടാണോ? ഞങ്ങളിപ്പോ 1 ഏക്കറോളം പുൽകൃഷി നടത്തുന്നുണ്ട്. ഇതിപ്പോ എത്ര ഏക്കറാ ഫാം മൊത്തം? ഈ ഫാം മൊത്തം 2.5 ഏക്കർ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ അത് ഫുഡൊക്കെ, പുല്ല്, തീറ്റ? നമ്മള് കുറച്ച് പുല്ല് 1 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈക്കോലുണ്ട്, നമുക്ക് കുറച്ച് സൈലേജ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. ഇനി ഇവിടെ മുഴുവൻ പുല്ല് വെക്കുക. പശുക്കളെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവിടെയൊക്കെ പുല്ല് വെക്കാന്നുള്ളതാണ് പ്ലാൻ. നമ്മൾ പുല്ല് വെക്കാൻ പോകണം ഇവിടെയൊക്കെ. എന്ത് ടൈപ്പ് പുല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത് CO3 ആണ്. എല്ലാ പുല്ലും CO3 ആ വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ CO2 അതൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇടയിൽ. ഇപ്പൊ ഹൈ ക്വാളിറ്റി CO3 ഇപ്പൊ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തീറ്റയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എത്ര കോസ്റ്റ് വരും ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു സ്റ്റാർട്ടപ്പിന്? ഇപ്പൊ എല്ലാവരും ചിലർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒന്ന് പ്രചോദനമായിക്കോട്ടെ, എത്ര വരും? ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ് എത്ര വരും? ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മള് കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വേണം ആദ്യം ഇതിലേക്ക് വരാൻ.
പിന്നെ നല്ല പൈസയും വേണ്ട, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട ഒരു കൃഷിയാണ് നമ്മുടെ ഈ പശു ഫാമിംഗ് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നല്ല മനസ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫാമിലേക്ക് വരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഒരു 4 പശുക്കൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കാശുകാരനാകാൻ വിചാരിച്ചിട്ടൊന്നും ഇതിൽ ആരും വരണ്ട. നന്നായി പഠിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. നമ്മളെ അനുഭവത്തിലൂടെയാണ്. ഒരു വർഷമായി ഞങ്ങൾക്ക് ഇതായിട്ടില്ല, ഇനി ഒരു വർഷം കൂടി ആവും നമ്മളത് ഡെവലപ്പ് ആവാൻ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വർഷം വരുമ്പോ ഇത് ഫുൾ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കില്ലേ ഞങ്ങൾക്ക് കാണിച്ചു തരിക? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാം എന്ന് പറയുന്നത് ആളുടെ ഹാർഡ് വർക്കാണ് കേട്ടോ. ഫുൾ ഓഫ് ആളുടെ ഹാർഡ് വർക്കാണ്. ആളുടെ 1 ഇയർ ഓഫ് ഹാർഡ് വർക്കാണ് ഇതിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാർഡ് വർക്ക് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഈവനിങ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇതാട്ടോ ഈ ഫാമിലെ ഓണറിൻ്റെ മോളാണ് മായ. ഇവളുടെ പേരാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.